റജി ലൂക്കോസ്, ഈ അമിതാധികാര പ്രവണതയും ഫാസിസത്തിലേക്കുള്ള പോക്കുമെന്നൊക്കെ നിങ്ങൾ വിവരിക്കുമ്പോൾ അതിൻ്റെ ഭീകരത ഇത്ര കണ്ട് പെട്ടെന്ന് തൊട്ടറിയും എന്നതിലേക്ക് കണ്ടിരുന്നില്ല. നോക്കൂ, ഇവിടെ ഒരു സിനിമ, ഒരു കലാരൂപത്തെ പോലും BJPയെ വിമർശിച്ചു, RSSനെ വിമർശിച്ചു, RSSൻ്റെ കലാപാസൂത്രണങ്ങളെ തുറന്നു കാട്ടി എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ ഒരു സിനിമയെ തന്നെ അംഗഛേദനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യമായിട്ട് പൃഥ്വിരാജിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. ആ തന്റെ ഇടം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ആർജവത്വം കാണിച്ച പൃഥ്വിരാജിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഇത് കൊടുക്കാതെ ചർച്ച തുടങ്ങാൻ പറ്റത്തില്ല. ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള ഈ വസ്ത്രപരമായിട്ടുള്ള വിലയിരുത്തൽ ആ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ രാജ്യം സംഭവിച്ചതാ. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഒരു പരിധിവരെ നീട്ടി വലിക്കുന്ന BJP സർക്കാർ, അതിന്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും. അജിത് ഷാ ഓർക്കുന്നുണ്ട്, കേവലം 1.5 വർഷങ്ങൾക്ക് മുമ്പ് BBC ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് വസ്തുതാപരമായ ഒരു ഡോക്യുമെന്ററി ടെലികാസ്റ്റ് ചെയ്യുന്ന വിവരം അറിഞ്ഞുകൊണ്ട് മൊണ്ടാഷ് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്നെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിരോധിച്ചു ആ ഡോക്യുമെന്ററി. പക്ഷേ ഇവര് കാണിച്ച ഈ സംഖ്യകൾ കാണിച്ച ഏറ്റവും വലിയ സംഘപരിവാർ ശക്തികൾ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനലുകൾ കാണുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്ന ഒരു ക്രീമി ലെയർ വിഭാഗം ഓഡിയൻസ് മാത്രമുണ്ട്. പക്ഷേ ഇതിന്റെ നിരോധനം വന്നതോടുകൂടി JNUവിലാണ് ആദ്യമായിട്ട് SFI ഇത് പബ്ലിക്കായിട്ട് ഇത് പ്രദർശിപ്പിച്ചു. പിന്നെ രാജ്യം മുഴുവനും ഇത് പ്രദർശിപ്പിച്ചു. നമ്മുടെ കേരളത്തിൽ DYFI ഇത് പല കേന്ദ്രങ്ങളിലും പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പോഴും അതിന്റെ ലിങ്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ വാസ്തവം പറയാണെന്നുണ്ടെങ്കിൽ ഈ ചരിത്ര സത്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു പരിധി വരെ ഒരു വിദേശ മാധ്യമം പിന്നെ എടുക്കാൻ തയ്യാറായത്. അതിന്റെ ഒരു ആവർത്തനം എന്ന് മാത്രമേ ഉള്ളൂ എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സിനിമയെ അതിനെ റീൽ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേൾക്കാത്ത, ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അങ്ങനെ ഒരു പദം സിനിമയിലില്ല. ഇന്ത്യൻ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പിന്നെ എന്താണ് സെൻസറിംഗ് എന്ന് പറയുന്നത്? അതിനെ റീസെൻസർ ചെയ്യാനായിട്ട് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു BJPക്കാരനും ഒരു സംഘപരിവാർ പ്രവർത്തകനുമായിട്ടുള്ള പിന്നെ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവിന്റെ നേതൃത്വത്തിൽ അത് ഈ പിന്നെ ഇതിന്റെ നിർമ്മാതാക്കളെ ഭയപ്പെടുത്തി 17ഓളം സീനുകൾ വെട്ടിമാറ്റി ഒരു ക്ലീൻ പിന്നെ BJP വിരുദ്ധമല്ലാത്ത രീതിയിൽ സിനിമ വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്നതിൽ അതിനെ വധിക്കുന്നതിന് തുല്യ. തന്നെയുമല്ല, ഇനി ഇത് റീസെൻസർ ചെയ്ത് ഇവർ കുറച്ച് പോർഷൻസ് മാറ്റി പ്രദർശിപ്പിച്ചാലും ഇത് കാണാനുള്ളവരെല്ലാരും കണ്ടു കഴിഞ്ഞു. ഈവൻ വിദേശ മലയാളികൾ പോലും ഇതിനെ 100% സ്വീകാര്യതയോടെയാണ് വരവേറ്റിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വേഷങ്ങളിൽ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ സിനിമയൊക്കെ നമ്മുടെ മേളുതാവളി ഉൾപ്പെടെയുള്ളവരുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടുള്ള സിനിമകൾ നിരവധി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ അദ്ദേഹത്തിന് ഒരു വലിയൊരു ലാൻഡ്മാർക്കാണ്, ലൈഫ് ലോങ് ആയിട്ടുള്ള. അദ്ദേഹവും പൃഥ്വിരാജിന് ഇതിന് തയ്യാറായിരുന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയുടെ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ഒരു സിനിമ വീണ്ടും തിയേറ്ററിലെത്തിയ ശേഷം പ്രദർശിപ്പിക്കുന്ന ഒരു ചരിത്രം ഇന്ത്യൻ സിനിമയിലില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അസഹിഷ്ണുതയുടെ പരമകോടിയിലാണ് ഈ സംഘപരിവാറും BJP കേന്ദ്ര സർക്കാരും. അവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ CPIM ആണ് ഏറ്റവും ശക്തമായി ഇന്ത്യയിൽ തന്നെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി രംഗത്തെത്തുന്നതും അതിനുവേണ്ടി സമരം ചെയ്യുന്നതുമായ ഒരു പ്രസ്ഥാനം. യഥാർത്ഥത്തിൽ CPIM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കാകെ മോഹൻലാൽ എന്ന വലിയ നടൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി പോലും എടുത്തു കളയണമെന്ന് BJP വക്താക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പൃഥ്വിരാജിനെതിരെ ആക്രമണം സൃഷ്ടിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ആക്ഷേപങ്ങൾ ചൊരിയുന്നു. അങ്ങനെ ഒരറ്റത്ത് BJP പരസ്യമായി രംഗത്ത് വരാതെ അവർ ഒളിഞ്ഞിരുന്ന് കൃത്യമായി BJP നേതാക്കളിലൂടെ അത് ആസൂത്രണം ചെയ്യുന്നു. ഓർഗനൈസർ എന്ന അവരുടെ മുഖവാരിക കൃത്യമായി, കാരണം നാഗ്പൂരിൽ നിന്നുള്ള സന്ദേശമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആസൂത്രണം BJPയുടെ RSSൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് ഇവരുടെ ഒളിഞ്ഞുകൊണ്ടും ഒരു പ്രത്യേക പാറ്റേണിലുമുള്ള ആക്രമണത്തിൻ്റെ മകുടോ ഉദാഹരണം കൂടിയാണിത്. അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഇതിന് പിന്നിലുണ്ട്, നിസ്സാരമല്ല. തീർച്ചയായിട്ടും. അതായത് ഇന്ത്യയിലെ ആവിഷ്കാര റജി ലൂക്കോസ്, ഞാൻ തിരിച്ചെത്താം. റജി ലൂക്കോസ്, ഇപ്പോൾ വിനു കിരിയത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വിനു കിരിയത്ത്, താങ്കൾ ഒരു തിരക്കഥാകൃത്താണ്. ഒരു കലാസൃഷ്ടി, പേറ്റുനോവിൽ രൂപപ്പെടുന്ന ഒരു കലാസൃഷ്ടി നിങ്ങളുടെ ഒക്കെ പ്രതിഷേധങ്ങൾ കൊണ്ട് വെട്ടിമാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം എന്തൊരു ക്രൂരമാണത്. വെട്ടിമാറ്റുന്നത് ക്രൂരതയാണോ?
ഇവിടെ പലതും വെട്ടിമാറ്റി പഴയ കാര്യം പറയല്ലേ, പഴയ കാര്യം പറയാം. മറ്റൊരു തെറ്റ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാട്ടുപ്പെട്ടി മച്ചാന്റെ തിരക്കഥാകൃത്താണല്ലോ താങ്കൾ. അതെ, 40 പടമുണ്ട്. അല്ല, ഞാൻ അടയാളപ്പെടുത്തുന്നത് കൂടുതൽ ജനകീയമായതുമായ ഒരു സിനിമ പറഞ്ഞ. അപ്പോ താങ്കളുടെ പ്രഭുവിനെയും അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ആക്ഷേപം ഏതെങ്കിലും വിഭാഗത്തിനുണ്ടാകുന്നു എന്ന് ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രഭുവിന്റെ വാചകങ്ങളും ഒക്കെ വെട്ടിക്കളഞ്ഞാൽ ആ സിനിമയുടെ ആത്മാവ് പോവില്ലേ? അതൊരു വിഷമമാണ്. അതൊരു കലാ ആസ്വാദകർക്ക് തന്നെ വിഷമമാണ്. അപ്പൊ നിങ്ങൾ പേറ്റുന്നോ അനുഭവിച്ചവരുടെ വിഷയമോ? അജിംഷാദെ, നമ്മളൊക്കെ ചെയ്ത് ജനങ്ങളെ ചിരിപ്പിക്കുന്ന പടങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആയുഷ്കാലമായാലും ഇവർ ചിന്തിപ്പിക്കുന്ന ഇങ്ങനെയല്ല ചിന്തിപ്പിക്കേണ്ടത്. ചരിത്രത്തെ അജിംഷാദെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ ജാതിയും മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ സൗഹൃദം. അത് തന്നെയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത് നിസ്സാര കാര്യമേ ഉള്ളൂ. വെട്ടിമാറ്റുന്നതോടുകൂടി അവര് വെട്ടിമാറ്റാൻ എന്തിനാ അവർ അങ്ങനെയാണെങ്കിൽ വെട്ടിമാറ്റാൻ പോകുന്നത്? അവർക്ക് അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തപ്പെടണമെന്ന് അവർക്കും ബോധ്യപ്പെടും. അവർ ആത്യന്തികമായി വ്യാപാര ലക്ഷ്യമുള്ളവരാണ്, അതിന്റെ നിർമ്മാതാക്കൾ. അവർക്ക് പണം മുടക്കിയെങ്കിൽ ലാഭം കിട്ടണം. പക്ഷേ ഇത് ലാഭം കിട്ടുന്നതിലേക്ക് തന്നെ നീങ്ങി. പക്ഷേ അവർ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം സംഘപരിവാറിന്റെ ആസൂത്രിതമായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ വെറുപ്പിക്കേണ്ട എന്ന് സ്വാഭാവിക ഒരു വ്യാപാര ചിന്തയിൽ അവർക്ക് തോന്നാം. അതുകൊണ്ട് അവർ സംവിധായകന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം, അതിന് കീഴടങ്ങുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? ഇത് കീഴടങ്ങലല്ല. നോക്കൂ, തെറ്റുകൾ തിരുത്തപ്പെടണം. ഗോപാലിനെ പോലെ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം ഒന്നും ഈ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഈ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ നിൽക്കുകയോ ഇതിന്റെ ഒരു പക്ഷേ ഇതിനകത്ത് കഥയൊന്നും അറിയാത്ത ഒരാൾ പുള്ളി തന്നെ ആയിരിക്കും. പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള ഒരാളുമല്ല. പുള്ളിക്ക് ലാഭവും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ എല്ലാവരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വ്യാപാര ചിന്തയിൽ തോന്നുന്ന ഒരു സമവായ നീക്കം എത്ര കണ്ട് കലയെ ദുർബലപ്പെടുത്തുന്നു. അതാണ് എന്റെ വശം. അദ്ദേഹം വെറും വ്യാപാരിയായിട്ട് നിങ്ങൾ കാണില്ല. അദ്ദേഹം ഒരുപാട് നന്മ ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം സംഘപരിവാർ ആക്രമണമാണോ? അങ്ങനെ തീരുമാനത്തിൽ എത്തിയോന്ന് അറിയില്ല. സംഘപരിവാർ എന്ന് പറയാതിരിക്കും സഹോദര. കുറെ രാജ്യസ്നേഹികളെന്ന് പറയൂ. വീണ്ടും ഇതിനകത്ത് എല്ലാ മതസ്ഥരുമുണ്ട്. ഗുജറാത്ത് കലാപം, നിരവധി പട്ടാളക്കാർക്ക് സുരക്ഷ ഒരുക്കാതെ അവരെ റോഡ് മാർഗം പോയതിന്റെ പുറത്ത് അവർക്ക് മരിക്കേണ്ടി വന്നു ഭീകരാക്രമണത്തിൽ. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് രാജ്യസ്നേഹികൾ, ബാക്കിയുള്ളവരെല്ലാം രാജ്യവിരുദ്ധർ. ഇതാണ് സമീപനം. അത് കൊള്ളാം. ഗുജറാത്ത് കലാപത്തിൽ മരിച്ചത് ഇന്ത്യൻ പൗരന്മാരല്ലേ? ഗുജറാത്ത് കലാപത്തിൽ മാത്രമേ ഇന്ത്യൻ പൗരന്മാർ മരിച്ചിട്ടുള്ളൂ. ഒരുപാട് കലാപത്തിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഗുജറാത്ത് കലാപത്തിലും മരിച്ചിട്ടില്ലേ? ഗുജറാത്ത് കലാപത്തിലും മരിച്ചിട്ടില്ലേ? അത്തരം കലാപങ്ങൾ വീണ്ടും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരെല്ലാരും സൗഹൃദത്തോടെ ഒരുമയോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും പറയുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യം അത്രേ ഉള്ളൂ. ഒരു സിനിമയിലൂടെ ഇല്ലാ കഥകൾ പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിക്കണ്ട. തീർച്ചയായും ഒരു ഉദാഹരണം തന്നെ പറയാം. മലപ്പുറം ഹാജി മഹാനായ ജോജി താങ്കളുടെ തിരക്കഥയാണല്ലോ. ആ രീതിയിൽ ഒരു തിരക്കഥ ഇപ്പോൾ എഴുതാനാകുമോ? ഇപ്പോൾ എഴുതിയാൽ വിവാദമായാൽ അതിൽ ഹാജിയെയും ജോജിയെയും ഒക്കെ വെട്ടിമാറ്റേണ്ട അവസ്ഥ വന്നാൽ അത് എത്രത്തോളം ആ സിനിമയെ ബാധിക്കും? സിനിമ ചെയ്യേണ്ടെന്ന് കാലത്തേക്കൊന്നും പോകുന്നില്ല. അല്ലല്ല, എന്നോട് പറഞ്ഞിട്ട് ഒരാൾ പറയുകയാണ്. കാരണം ലിബർട്ടി ബഷീർ എന്ന് പറയുന്ന ആളാണ് ആ പടം എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണും. അജിംഷാദിന് എന്റെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. എന്നോട് പറയാണ് നമുക്ക് മറ്റവരെ മോശമാക്കിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദുവിനെ മോശമാക്കിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിനെ ഞാൻ പറയും പോടാന്ന് പറയും. അങ്ങനത്തെ സിനിമ വേണ്ടെന്ന് നമുക്ക് ചിരിപ്പിക്കാൻ. ഇവിടെ ഹിന്ദുവിനെ മുസ്ലിമിനെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഒരു ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന കലാപത്തിന്റെ ആസൂത്രകരെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാകുമെന്ന് പറയുന്ന നറേഷൻ തന്നെ തെറ്റല്ലേ? കേരളത്തിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് എങ്ങനെ പറയാനാകുന്നു? ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ പരസ്യമായിട്ട് എല്ലാരും കൂടെ പറയും 11 സീൻ എന്താ കട്ട് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യണ്ടെന്ന് മാത്രം ചാനലിൽ കൂടെ അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ അവരെ വെല്ലുവിളിക്കുക. എങ്ങനെയാണ് ആ സിനിമ പോയി കാണുന്നതെന്ന് ഉള്ള വിഷമം തന്നെയാണ്. നല്ല എഡിറ്റേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലോയോടുകൂടി ഇതാണ് മറ്റേ ലൂയി 16 ഭാര്യ പറഞ്ഞതുപോലെയാണ്, ബ്രെഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോയി കേക്ക് വാങ്ങിച്ച് തിന്നു എന്ന് പറയുന്നത് പോലെ, ഭക്ഷിക്കൂ എന്ന് പറഞ്ഞ പോലെയാണ്.
താങ്കളുടെ നോക്കൂ, താങ്കളെ പോലെ ഒരു നല്ല മനുഷ്യനെയും സംഘപരിവാർ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നെ മാറ്റിയെടുത്തതല്ല, ഞാൻ സംഘപരിവാറിലേക്ക് പോയതാണ് നല്ല മനുഷ്യരെ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ് സംഘപരിവാർ? ഞാൻ പഴയതിനേക്കാൾ നല്ല മനുഷ്യനാണിപ്പോ. ശരി, ശ്രീ റജി ലൂക്കോസ്, ഇതാണ് വാദങ്ങൾ. നോക്കൂ, ആ സിനിമയെ ദ്രോഹിക്കുക, അതിലെ ചരിത്ര അംശങ്ങളെ വെട്ടിമാറ്റുക, അതൊക്കെ RSSനും BJPക്കും പരിക്കുണ്ടാക്കുന്ന, അത് സത്യമായാലും ശരി തന്നെ, അത് സിനിമയിൽ പോലും ഉണ്ടാകരുത്. ഇതാണ് കാരണം. ഓർഗനൈസറിൽ വന്നുവെങ്കിൽ അത് നാഗ്പൂരിൽ നിന്നുള്ള സന്ദേശമാണ്. അതാണ് ഇവിടെയൊക്കെ പ്രതിഫലിക്കുന്നത്, വിനു കുര്യത്തിൽ പോലും, അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ BJPയുടെ ഓർഗനൈസ് ചെയ്ത BJP പ്രത്യക്ഷത്തിൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോർജ് കുര്യനെ പോലുള്ളവരൊക്കെ പ്രത്യക്ഷത്തിൽ പിന്നെ എങ്ങും തൊടാതെ സംസാരിക്കുന്നെങ്കിലും അവര് ഓർഗനൈസ് ചെയ്ത സംഘടിത ആക്രമണമാണ്. അവർക്ക് നാണം കെട്ടുപോയി, ലജ്ജിച്ചു പോയി. കാരണം അവർ ചെയ്യുന്ന ഒരു കൊടും പാത, രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയ കൊലപാതക പരമ്പരകള്, മനുഷ്യഹത്യകള്, തന്റെ അടുത്തുള്ള ഒരു സംവിധായകൻ ചരിത്രത്തിന്റെ ഭാഗമായ വസ്തുതകളെ പുറത്തു കാണിച്ചപ്പോൾ അവർക്ക് അത് സഹിക്കുന്നില്ല. അതാണ് ഈ സംഘടിതമായിട്ട് ഇവരുടെ ആക്രമണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ ബിനുകുര്യത്തെ എന്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കളിലാണ്, നല്ലൊരു മനുഷ്യനാണ് ബിനുകുര്യത്തെ, എനിക്കൊരു തർക്കമില്ല കാര്യത്തിൽ. സന്ദേശം എന്ന് പറയുന്ന സിനിമ 30 വർഷം മുമ്പ് കേരളത്തിൽ ഇറങ്ങി. അന്ന് ടെലിവിഷൻ ചാനലുകളൊന്നും അത്ര സജീവമല്ല. ആ സന്ദേശ സിനിമയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ പരിഹാസ്യമായി കളിയാക്കുന്നത് ആരെയാ? സത്യനന്ദകാരൻ ആ പടത്തെ കുമാരപിള്ള സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കളിയാക്കുന്നത് വ്യക്തമായിട്ടും. അതുപോലെ തന്നെ കോൺഗ്രസിനെ കളിയാക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സിനിമ ഇന്നും കാണുന്നത് ഞങ്ങളൊക്കെ വളരെ രസിച്ച് കാണുന്ന സിനിമയാണ്. സത്യനന്ദകാടിന്റെ പിന്നെ സംവിധാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തൂവൽ പിന്നെ